ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ച നമ്മുടെ DJIൻ്റെ ഓസ്മോ പോക്കറ്റ് 5 എന്ന് പറഞ്ഞ ഒരു വ്ളോഗിങ് ക്യാമറ എന്ന് തന്നെ പറയാം, ആക്ഷൻ ക്യാമറാസ് എന്ന് പറയാൻ പറ്റില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാമറ ആട്ടോ. നമുക്കിത് നോർമൽ സ്റ്റാൻഡ് ലോൺ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാമറയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കേസും അതുപോലെ തന്നെ ഒരു അഡാപ്റ്ററുമായിട്ടുള്ള നമുക്ക് 50,000 റേഞ്ചിൽ കിട്ടും. പിന്നെ നമുക്ക് എന്താ പറയുക, ക്രിയേറ്റർ കോമ്പോ മോഡലുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാഗ് കിട്ടും, അതുപോലെ തന്നെ ഒരു ട്രൈപോഡ് കിട്ടും, പിന്നെ നമുക്കൊരു ബാറ്ററി പാക്കും കിട്ടും. ഞാൻ പക്ഷേ നോർമൽ സ്റ്റാൻഡേർഡ് പാക്കേജാണ് വാങ്ങിച്ചത്. പിന്നെ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എന്താ പറയുക ക്വാളിറ്റി, നമുക്കിത് നോർമൽ ഒരു മിറർലെസ് ക്യാമറാസിന് പറയാം, ഇതുപോലെ തന്നെ മിറർലെസ് ക്യാമറാസിന് പകരം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡിപ്പെൻഡ്സ് ഓൺ എന്താ പറയുക യൂസേജ് അനുസരിച്ചിരിക്കും. ഫോട്ടോസും നല്ല ക്വാളിറ്റിയിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കൺസിഡർ ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് നിങ്ങൾ വ്ളോഗിങ് സംഭവത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ. അല്ലാണ്ട് നമ്മൾ വെക്കേഷൻ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ സാധനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, ബാറ്ററി ബാക്കും വരുന്നുണ്ട്. DJIൻ്റെ എല്ലാ പ്രൊഡക്ട്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തരുന്നതാണ്. ഈ ആക്ഷൻ ക്യാമറ പോലും നമുക്ക് നോർമൽ ക്യാമറാസിന് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി സാധനങ്ങൾ തരുന്നുണ്ട് കേട്ടോ. അത് എടുത്ത് പറയാവുന്ന ഒരു സംഭവം തന്നെയാണ്. GoPro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ രയിലെടുത്തോടെ പോകാത്ത സാധനമാണ് GoPro ഒക്കെ.